സൂപ്രണ്ട് തന്നെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാനാണ് ഈ കാര്യത്തെ സംബന്ധിച്ചോളം ഈ ഹോസ്പിറ്റലിൻ്റെ അതോറിറ്റി, ഞാൻ അങ്ങനെ പറഞ്ഞതാണ്, ഇങ്ങനെ ഇത് ആരും കുടുങ്ങിക്കിടക്കുന്നില്ല എന്ന് ഇവർക്ക് കൊടുത്ത വിവരമാണെന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. ആ കുറ്റം ഞാൻ ഏറ്റെടുക്കുന്നു അദ്ദേഹം പറഞ്ഞു. അല്ല അദ്ദേഹം ഈ കാര്യത്തിൽ സത്യസന്ധനായ നിങ്ങൾക്ക് ആ സൂപ്രണ്ടിനെ അറിയില്ലായിട്ടാ. സൂപ്രണ്ട് എന്ന് പറയുന്ന കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ഏറ്റവും സത്യസന്ധനും ജനങ്ങൾ ഏറ്റവും കൂടുതൽ ദൈവത്തെ പോലെ ആരാധിക്കുന്ന ഒരു ഡോക്ടറാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട്. അദ്ദേഹമാണ് ഈ ഒരു വർഷം 2000-ഓളം ഹൃദയ സംബന്ധമായ ശസ്ത്രക്രിയ നടത്തുന്നതിന് നേതൃത്വം കൊടുക്കുന്നയാൾ. വേസ്റ്റ് ഇട്ട് വെച്ച സ്ഥലമാണെന്ന് മിനിസ്റ്റർ പറഞ്ഞിരുന്നു. ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ മിനിസ്റ്റർ പറയുന്നത്? അത് പറയാൻ സാധ്യത അവിടുത്തെ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥർ പറഞ്ഞത് ആ റൂം തുറക്കാറില്ല, അവിടെ പല രൂപത്തിലുള്ള ഈ ഉപകരണങ്ങൾ കൊണ്ട് ഡംപ് ചെയ്തിരിക്കുകയായിരുന്നു, അങ്ങോട്ടാരും പോകാറില്ല എന്ന രൂപത്തിലാണ് പറഞ്ഞത്. അവർ അവിടെ അധികൃതരാണല്ലോ നോക്കുന്നത്, നമ്മളിപ്പോഴും അവിടെ പോയി നോക്കുന്നില്ലോ. ആ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കാര്യം അത് സൂചിപ്പിച്ചത്. കാരണം സ്ഥിരമായി അത് ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അത് അവർ ക്ലോസ് ചെയ്ത്. പക്ഷേ ഇടയ്ക്ക് ആളുകൾ വന്ന് അത് തുറന്നു കയറും. ഇതാണ് സംഭവം എന്നാണ് അന്നേരം ഞങ്ങളോട് പറയുന്നത്. ആ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. അവിടെ ആളുകളില്ല, ആ കെട്ടിടത്തിൽ ആളുകളില്ല എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ആളുകൾ കുടുങ്ങി കിടക്കുന്നില്ല എന്ന് പറയുന്നു. അങ്ങനെ ഒരു ഡിഫൻസീവ് മോഡിലോട്ട് നിങ്ങൾ ഞാൻ പറഞ്ഞതുകൊണ്ടോട് ഇല്ല, അങ്ങനെ ഡിഫൻസിലേക്ക് പോയില്ല. അവിടെ ഉണ്ടായ സംഭവം അവർ പറഞ്ഞ കാര്യങ്ങളല്ലേ ഞങ്ങൾ പറയുന്നത്. അവിടെ സ്ഥലത്തുണ്ടായിരുന്ന പറയാൻ പറ്റുമോ മിനിസ്റ്റർ? ഒരു കെട്ടിടം പൊളിഞ്ഞു വീണാൽ വെറുതെ ഒറ്റ നോട്ടത്തിൽ അതിനകത്ത് ആളില്ലാന്ന് ആരെങ്കിലും അങ്ങനെ ആളില്ലെന്നാരും പറഞ്ഞു? ആളില്ലെന്ന് പറഞ്ഞില്ലല്ലോ. ഇവിടെ ആദ്യം എന്തുണ്ടായി എന്നുള്ളത് ഇപ്പൊ കണ്ടുകിട്ടത് ഇതാണെന്നല്ലേ പറഞ്ഞുള്ളൂ, അല്ലാതെ ആളില്ലെന്ന് പറഞ്ഞില്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പൊ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട അവിടെ ഇല്ല, അത് പറഞ്ഞല്ലോ. അതെ, ആരോഗ്യവകുപ്പ് മന്ത്രി അങ്ങനെ പറയാൻ ഇടവന്ന സാഹചര്യം ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ വിശദീകരിച്ചു. പിന്നെ ഇന്നലെ സൂപ്രണ്ട് തന്നെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാനാണ് ഈ കാര്യത്തെ സംബന്ധിച്ചോളം ഈ ഹോസ്പിറ്റലിൻ്റെ അതോറിറ്റി, ഞാൻ അങ്ങനെ പറഞ്ഞതാണ്, ഇങ്ങനെ ഇത് ആരും കുടുങ്ങിക്കിടക്കുന്നില്ല എന്ന് ഇവർക്ക് കൊടുത്ത വിവരമാണെന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. ആ കുറ്റം ഞാൻ ഏറ്റെടുക്കുന്നു അദ്ദേഹം പറഞ്ഞു. അല്ല അദ്ദേഹം ഈ കാര്യത്തിൽ സത്യസന്ധനായ നിങ്ങൾക്ക് ആ സൂപ്രണ്ടിനെ അറിയില്ലായിട്ടാ. സൂപ്രണ്ട് എന്ന് പറയുന്ന കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ഏറ്റവും സത്യസന്ധനും ജനങ്ങൾ ഏറ്റവും കൂടുതൽ ദൈവത്തെ പോലെ ആരാധിക്കുന്ന ഒരു ഡോക്ടറാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട്. അദ്ദേഹമാണ് ഈ ഒരു വർഷം 2000-ഓളം ഹൃദയ സംബന്ധമായ ശസ്ത്രക്രിയ നടത്തുന്നതിന് നേതൃത്വം കൊടുക്കുന്നയാൾ. ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ 10 ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയ ആളാണ്. ₹1 ആരോടും കൈക്കൂലി വാങ്ങിക്കുകയോ ഏതെങ്കിലും വെച്ചാൽ കയ്യിൽ നിന്ന് കാശ് മുടക്കി രോഗികളെ സംരക്ഷിക്കുന്നതാണ്. കോവിഡ് കാലഘട്ടത്തിൽ പോലും ഏറ്റവും കൂടുതൽ ഈ കാര്യത്തിൽ ശ്രദ്ധിച്ചിരുന്ന ആളാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളെ ട്രീറ്റ് ചെയ്ത് ഒരുപക്ഷെ 96 വയസ്സുള്ള ഇറ്റലിക്കാരെ സംരക്ഷിച്ച് വിട്ട ആശുപത്രി, അതിനെല്ലാം നേതൃത്വം കൊടുത്തൊരു സൂപ്രണ്ടാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള ആരും അവിശ്വസിക്കുകയില്ല. നിങ്ങളവിടെ പോയി അദ്ദേഹത്തെക്കുറിച്ച് തിരക്കുക. അദ്ദേഹം പറയുന്നൊരു വാർത്ത ആരും തെറ്റാണെന്ന് ധരിക്കുകയില്ല. സത്യസന്ധമായി എപ്പോഴും കാര്യങ്ങൾ പറയുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് അദ്ദേഹം സൂപ്രണ്ടായിരിക്കുന്നത്. സൂപ്രണ്ട് തന്നെ പറഞ്ഞിരിക്കുന്നത് 10:50 അപകടം ഉണ്ടായി, 11:30 മണിക്കാണ് ഫയർഫോഴ്സ് വന്നതെന്നാണ്. അതൊരു വലിയ വീഴ്ചയില്ല. മന്ത്രി ഉൾപ്പെടെയുള്ളവർ അവിടെ ഉണ്ടായിട്ടും ഫയർഫോഴ്സ് പോലും എത്താൻ ലേറ്റ് ആയെന്ന് പറയുമ്പോൾ സംവിധാനമാണ് അവിടെ. അല്ല, ഫയർഫോഴ്സ് എത്താൻ താമസിച്ചു എന്നും അദ്ദേഹം പറഞ്ഞിട്ട് ഞാൻ കണ്ടില്ല. എനിക്ക് ഞങ്ങളന്നേരം സ്ഥലത്തില്ലല്ലോ, ഞങ്ങളെല്ലാം മറ്റേ മീറ്റിങ്ങിലാണെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ ആ മീറ്റിംഗ് എന്താ ശ്രദ്ധിക്കാമായിരുന്നു. അവിടെ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് മെസ്സേജ് കിട്ടുമ്പോൾ ഞങ്ങൾ ഇറങ്ങി ഓടുന്നത്. ഈ സംഭവം അന്നേരത്തിന് ഒരു അരമണിക്കൂറിനുള്ളിലാണ് ഞങ്ങൾക്ക് മെസ്സേജ് കിട്ടി ഞങ്ങൾ വരുന്നത്. കോട്ടയത്തെ ഈ ആശുപത്രിയുടെ ഈ ശോചനീയാവസ്ഥ കഴിഞ്ഞ കുറെ കാലമായി ആശുപത്രിയിൽ അടുത്ത് നിൽക്കുന്ന ആൾ കൂടിയാണ്. ഒരു ഹിറ്റാച്ചിക്കോ അല്ലെങ്കിൽ ഒരു ഫയർഫോഴ്സിനോ കടന്നു വരാൻ പറ്റാത്ത തരത്തിൽ ആ കെട്ടിടമുള്ളപ്പോൾ അതൊന്ന് പൊളിച്ച് ആ ആശുപത്രിയെ നവീകരിക്കേണ്ട ഉത്തരവാദിത്വം അങ്ങേക്കും ഈ സർക്കാരിനും മുമ്പ് തന്നെ സേഫ്റ്റി ഇല്ല എന്ന് പറഞ്ഞ് മാത്രമല്ല പഞ്ചായത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉൾപ്പെടെ കൃത്യമായും ഇത് അപകടാവസ്ഥയിലാണെന്ന് റിപ്പോർട്ട് നൽകിയിട്ടുള്ളതാണ്. ഇത്രയും വർഷമായിട്ട് അത് പൊളിച്ചു മാറ്റാൻ എന്തുകൊണ്ടാണ്? താങ്കളുടെ മണ്ഡലം കൂടിയാണ്. അല്ല, ഞാനൊന്ന് പറയുന്നത് കേട്ടിട്ട് നിങ്ങളൊന്ന് പറയുക. നിങ്ങൾ ചോദിച്ചതിന് കൃത്യമായ മറുപടിയുണ്ട്. 2013 PWD വകുപ്പ് ഈ കെട്ടിടത്തിന്റെ മോശാവസ്ഥയെക്കുറിച്ച് അന്നത്തെ ഗവൺമെന്റ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അന്ന് UDF ഗവൺമെന്റാണ് കേരളത്തിൽ. ആ UDF ഗവൺമെന്റ് കാലഘട്ടത്തിൽ ഇതിനുവേണ്ടി റിപ്പോർട്ട് വന്നിട്ട് ₹1 പോലും മാറ്റിവെക്കുകയോ കെട്ടിടം പണിയാനുള്ള ശ്രമത്തിലേക്കോ വന്നില്ല. അതിനുശേഷം LDF ഗവൺമെൻറ് മുമ്പാകെ ഈ റിപ്പോർട്ട് വന്നപ്പോഴാണ് അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന ശൈലജ ടീച്ചർ, ഞാനും ബന്ധപ്പെട്ട, ഞാൻ അന്ന് MLA അല്ലെങ്കിൽ പോലും പാർട്ടി സെക്രട്ടറി എന്ന രൂപത്തിൽ അത് ബന്ധപ്പെട്ടതാണ്. ശൈലജ ടീച്ചറും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഈ കാര്യത്തിൽ സീരിയസ് ആയി ഇടപെട്ടിട്ടാണ് കിഫ്ബി ഫണ്ടിൽ നിന്ന്
അതിനുവേണ്ടി 526 കോടി രൂപ അനുവദിച്ചു. ആ ഫണ്ട് വിനിയോഗിച്ച് 2018 അതിന് ഭരണാനുമതി കിട്ടി. അത് നടപ്പാക്കി മുന്നോട്ട് വരുന്ന ഘട്ടത്തിൽ ആദ്യ 2 വർഷം കോവിഡായിരുന്നു. പണി നിർത്തിവെക്കേണ്ടി വന്നു. തുടർന്ന് കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനം നടത്തി. 8 നില മന്ദിരം തീർന്നു. 565 ബെഡും 14 ഓപ്പറേഷൻ തിയേറ്ററുമുള്ള പുതിയ മനോഹരമായ മന്ദിരം തീർത്തു കഴിഞ്ഞു. ഈ കെട്ടിടത്തിന്റെ പോരായ്മ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ മുൻകൈ എടുത്ത് ചെയ്ത കാര്യമാണ്. ഇതാരും പറയുന്നില്ല. ഇതൊക്കെ മറച്ചു പിടിച്ചിട്ട് ഈ കാര്യത്തിൽ എന്ത് ചെയ്തു, എന്താ താമസിച്ചു പോയി. ഈ ഗവൺമെന്റ് വന്നപ്പോൾ തൊട്ട് ആ കാര്യങ്ങൾ ഇടപെട്ടിരിക്കുന്നു. അതേസമയത്ത് UDF ഗവൺമെന്റ് കാലഘട്ടത്തിൽ ഇങ്ങനെ അറിഞ്ഞിട്ട് ഒന്നും ചെയ്തില്ല. അന്ന് നീക്കം നടത്തിയിരുന്നെങ്കിൽ എത്രയോ മുമ്പ് അത് ഓപ്പൺ ചെയ്യാമായിരുന്നു.